ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, എല്ലാവരും നമ്മൾ 9th സ്റ്റാൻഡേർഡിന്റെ എക്സാമിനേഷനും വേണ്ടിയിട്ടുള്ള അടിപൊളി പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആനുവൽ എക്സാമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. കെമിസ്ട്രിയിൽ A+ അടിക്കാനുള്ള മാർക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പൊ ഞാൻ വെറും 15 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിന്റെ ഓരോന്നിന്റെയും ആൻസർ വരുമ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരങ്ങൾ നമുക്ക് അറിയുന്നത്, അറിയാത്തത് എന്നൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏതൊരു ചോദ്യവും ആദ്യം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം മിക്സ്ഡ് ആയിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാ ചാപ്റ്ററിലെയും പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ 3-4 മാർക്കൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. 1 വേർഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറെയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളായിരിക്കും. ഓക്കെ. മാത്രവുമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ നമ്മുടെ ഓർമ്മകൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ ചാപ്റ്ററിലേക്ക് പോകും. ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്ന് നമുക്ക് ആൻസർ പേപ്പറിലേക്ക് എഴുതുവാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, അതിന്റെ ഒന്നാമത്തെയും അടുത്ത ക്വസ്റ്റ്യന്റെയും ആൻസറുകൾ കമന്റ് ചെയ്യുക. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമ്മളെ ആറ്റംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോളിക്യൂൾസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അതായത് മീഡിയംകാർക്ക് ആ ക്വസ്റ്റ്യനുകൾ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ് മക്കളെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കറിയാം 2 സോഡിയം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഓക്സിജൻ ആറ്റവുമായി കൂടിച്ചേർന്ന് സോഡിയം ഓക്സൈഡ് അല്ലെ Na2O എന്ന് പറയുന്ന മോളിക്യൂൾ തന്മാത്രയാണ് അവിടെ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റം ഏത്? ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഡിയം ചെയ്യുന്നു ഓരോ ഇലക്ട്രോണുകൾ അല്ലെ അതിന്റെ ഓക്സിജൻ ആറ്റത്തിലേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. സോഡിയം നമുക്കറിയാം 281 ആണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഇലക്ട്രോൺ ആയിരിക്കും എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. അപ്പൊ ഏത് ആറ്റമാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? സോഡിയം ആറ്റമാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്സൈഡ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്സൈഡ് ആറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓക്സിജൻ 8 ആണ്, 2,6 ആണ് വരിക. അതിലേക്കാണ് മക്കളെ 2 ഇലക്ട്രോണിനെ കിട്ടിയത്. സ്വാഭാവികമായിട്ടും ആ ഓക്സിജൻ 2- എന്ന് പറയുന്ന അയോണിന്റെ, നമുക്കറിയാം ചാർജഡ് ആറ്റംസിനെ വിളിച്ച പേരാണ് അയോൺ എന്നുള്ളത്. അപ്പൊ ഓക്സിജൻ അയോണിന്റെ എങ്ങനെയായിരിക്കും വരിക? 2,8 എന്നായിരിക്കും വരിക. കാരണം 2 ഇലക്ട്രോണിനെ കിട്ടിയിരിക്കുന്നു. 2,6 എന്നുള്ളത് എന്തായി? 2,8 എന്നായി മാറി. ഈ സംയുക്തത്തിലെ രാസബന്ധനം ഏത് തരമാണ്? നമുക്കറിയാം ഇലക്ട്രോണിനെ ഒരാൾ വിട്ടുകൊടുക്കുന്നു, ഒരാറ്റം വിട്ടുകൊടുക്കുന്നു, മറ്റേ ആറ്റം സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള രാസബന്ധനത്തെ, കെമിക്കൽ ബോണ്ടിങ്ങിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? യെസ് അല്ലെ, അയോണിക് ബോണ്ട്. അയോണിക ബന്ധനം എന്നാണ് നമ്മൾ വിളിക്കുക. അയോണിക് ബോണ്ട് ആണ്. സോഡിയം ഓക്സൈഡിന്റെ രാസസൂത്രം എഴുതുക. രാസസൂത്രം എന്ന് പറയാൻ നമുക്കറിയാം എത്ര ആറ്റങ്ങൾ ഉണ്ട് അത് വെച്ചിട്ടാണ് രാസസൂത്രം, കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതാറുള്ളത് അല്ലെ. അപ്പൊ 2 സോഡിയം ആറ്റം ഉണ്ട്, അപ്പൊ Na2, ഒരു ഓക്സിജൻ ഉണ്ട്, അപ്പൊ Na2O എന്നായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ കണ്ടോ, 4 ചോദ്യത്തിന്റെ ഉത്തരം എത്ര പെട്ടെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കൃത്യമായി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയണം. അടുത്ത പ്രാവശ്യം ഈ സോഡിയം ഓക്സൈഡ് എന്ന് ചോദിക്കണമെന്നില്ല, മറ്റു 2 ആറ്റങ്ങളായിരിക്കും. ഈ പറഞ്ഞ രൂപത്തിൽ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കൊവാലന്റ് ബോണ്ടിന്റേത്, സഹസംയോജക ബന്ധനത്തിന്റേത് ചോദിച്ചാൽ നമുക്ക് കിട്ടണം. ക്ലോറിൻ മോളിക്യൂൾ, H2O2, HCl, NH3 ഇങ്ങനെ ഏത് ചോദിച്ചാലും അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ നമുക്ക് അറിയണം. കിട്ടുമല്ലോ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വിച്ച് ആർ ദ റിയാക്ടന്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഇതിലെ അഭികാരകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു റിയാക്ടന്റ് അഥവാ അഭികാരകങ്ങൾ. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് അഭികാരകങ്ങളായിട്ടുള്ളത്? നമുക്കറിയാം മാഗ്നീഷ്യം ഉണ്ട്, അതേപോലെ തന്നെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഇവ രണ്ടുപേരുമാണ് അഭികാരകങ്ങൾ ഉള്ളത്. ഉൽപ്പന്നം നമുക്കറിയാം MgCl2 ഹൈഡ്രജൻ വാതകവുമാണ് അല്ലെ. ഒരു
മെറ്റൽ അഥവാ ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം അതേപോലെ തന്നെ ലവണവും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരുപാട് ചാപ്റ്ററുകളിൽ പഠിച്ച ഒരു സംഗതിയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് വിച്ച് ആറ്റം ഈസ് ഇൻക്രീസ്ഡ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓൾറെഡി കൊടുത്തു, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് സിംഗിൾ ആറ്റം ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ആറ്റം ആണെങ്കിൽ 0 ആയിരിക്കും അല്ലെ. മഗ്നീഷ്യത്തിൻ്റെത് ഇവിടെ 0 ആണ്, ഹൈഡ്രജന്റേത് ഇവിടെ 0 ആണ്. കാരണം എന്തേ, അത് ഫ്രീ ആയിട്ടുള്ള തന്മാത്രകളായിട്ടാണ് നിലകൊള്ളുന്നത്. എന്നാൽ HCl നമുക്കറിയാം H+1 ആണ്, ക്ലോറിൻ എപ്പോഴും -1 ആയിരിക്കും അല്ലെ. എന്നാൽ മഗ്നീഷ്യം ആണെങ്കിൽ +2 ആണ്, ക്ലോറിൻ അപ്പോഴും -1 ആയിരിക്കും. നോക്കിക്കേ, ഇതിലെ ഏത് ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കൂടിയത് നോക്കിക്കേ, നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കും. മഗ്നീഷ്യം എന്തായിട്ടുണ്ട്, Mg2+ ആയിട്ടുണ്ട്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കൂടുതൽ. ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. വൈ? എന്താ മക്കളെ റിഡോക്സ് റിയാക്ഷൻ? റിഡക്ഷനും ഓക്സിഡേഷനും അഥവാ നിരോക്സീകരണവും ഓക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന രാസപ്രവർത്തനമാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഇതിൽ നമുക്കറിയാം മഗ്നീഷ്യം Mg2+ ആയി മാറി. ഹൈഡ്രജനോ, ഹൈഡ്രജൻ നോക്കിക്കേ, ഹൈഡ്രജൻ +1 ഉള്ള ഹൈഡ്രജൻ എന്തായി, 0 ആയി. നമുക്കറിയാം ഹൈഡ്രജൻ ആണ് ഇവിടെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിച്ചത്. ഇവിടെ ഓക്സീകരണം സംഭവിച്ചത് ആർക്കാണ്, ഈ പറഞ്ഞ മഗ്നീഷ്യത്തിനാണ്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം, എന്നാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. അപ്പോൾ ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ്. കാരണം ഇവിടെ ഒരാൾക്ക് ഓക്സീകരണം സംഭവിച്ചു, മറ്റൊരാൾക്ക് നിരോക്സീകരണം സംഭവിച്ചു. സോ റിഡക്ഷന്റെ റെഡും ഓക്സിഡേഷന്റെ ഓക്സും കൂടി കൂട്ടിയാൽ എന്തായി, റിഡോക്സ് റിയാക്ഷൻ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് ചുരുക്കി പറയാം. Which is the reducing agent in this reaction? ഇതിലെ നിരോക്സീകാരി ആര് എന്നുള്ളതാണ് മക്കളെ. നിരോക്സീകരണം നടന്നത് ആർക്കാടാ, നിരോക്സീകരണം നടന്നത് ഹൈഡ്രജനിന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ നിരോക്സീകരണത്തെ ഹെൽപ്പ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്, നിരോക്സീകാരി. റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നിരോക്സീകരണം നടന്നത് ഹൈഡ്രജനിന്, അതിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്, ഈ പറഞ്ഞ മഗ്നീഷ്യമാണ്. തൊട്ടപ്പുറത്തുള്ള പിന്നെ റിയാക്ടന്റ് ആണ്, അഭികാരകമാണ്. അപ്പൊ മഗ്നീഷ്യമാണ് ഇവിടുത്തെ നിരോക്സീകാരി. ഇനി ഓക്സീകാരി ചോദിച്ചാലോ, നമുക്കറിയാം ഓക്സീകരണം നടന്നത് മഗ്നീഷ്യത്തിന്, അവിടെ ഹെൽപ്പ് ചെയ്തത് ആരാണ്, HCl. അപ്പൊ ആരായിരിക്കും ഇവിടുത്തെ ഓക്സീകാരി അഥവാ ഓക്സിഡൈസിങ് ഏജന്റ്, HCl ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ചാപ്റ്റർ കണ്ടെത്താൻ നമുക്ക് മനസ്സിലാക്കാം ഏത് ചാപ്റ്റർ ആണ് അല്ലെ. ഈ നമുക്കറിയാം 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്, റിഡോക്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണിത്. ABCDE എന്ന് പറയുന്ന 5 എലമെന്റുകൾ, മൂലകങ്ങൾ തന്നിട്ടുണ്ട്. മലയാളം മീഡിയംകാർ ഡോണ്ട് വറി, ഇതിന്റെ മലയാളം ഞാൻ കൂടെ പറയുന്നുണ്ട്, ഈസിയാണ്. ഓക്കെ, ഇനി അതിന്റെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ഇതിലെ കാറ്റയോൺ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണ്. എപ്പോഴാണ് മക്കളെ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ഉണ്ടാവുക, പ്രോട്ടോണിന്റെ എണ്ണം കൂടണം അഥവാ പോസിറ്റീവ് അയോൺ ആയിട്ടുള്ള പ്ലസ് ചിഹ്നമുള്ള പ്രോട്ടോണിന്റെ എണ്ണം കൂടണം, അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഏതെങ്കിലും മാറ്റം ഇതിൽ കാണുന്നുണ്ടോ നോക്ക്. 17 ആണ് പ്രോട്ടോൺ, 17 ആണ് ഇലക്ട്രോൺ, 3 ആണ് പ്രോട്ടോൺ, 3 ആണ് ഇലക്ട്രോൺ അല്ലെ. എല്ലാം നോക്കിയാലും പ്രോട്ടോൺ എത്രയുണ്ടോ അതേ എണ്ണം തന്നെ ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതും എന്തല്ല, കാറ്റയോണുമല്ല ആനയോണുമല്ല. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനയോണും ഇല്ല, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണും ഇല്ല. അപ്പൊ ആദ്യത്തെ 2 ക്വസ്റ്റ്യന്റെയും ഉത്തരം ആരുമില്ല എന്നുള്ളതാണ്. ഇനി കാറ്റയോൺ ആകാൻ സാധ്യതയുണ്ട്. അതാർക്കാണ്, ഈ പറഞ്ഞ ബി എന്ന് പറയുന്ന ആൾ. 3 ആണ് പ്രോട്ടോൺ. നമുക്കറിയാം പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റോമിക നമ്പർ ആണ് അല്ലെ, അറ്റോമിക നമ്പർ ആണ്. അപ്പൊ 3 എന്ന് പറയുന്ന ആൾ എന്താകും, 2,1 ആയിരിക്കും. അത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താകും, കാറ്റയോൺ ആയിട്ട് മാറും. അതേപോലെ തന്നെ 281 ആണ് ആര്, ഇ എന്ന് പറയുന്ന ആറ്റം അല്ലെങ്കിൽ മൂലകം. അയാൾ 281 ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ എന്താണ്, അത് ഈ പറഞ്ഞ കാറ്റയോൺ ആവും. അപ്പൊ നിലവിൽ ആരുമില്ല, പക്ഷെ ഈ പറഞ്ഞ ബിയും ഇയും എന്ത് ചെയ്യും, ഓരോ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കാറ്റയോൺ ആകും. ആനിയോണും അതേപോലെ തന്നെയാണ്. നോക്കിക്കേ, 17 വരുമ്പോൾ നമുക്കറിയാം 287 ആണ് വരിക അല്ലെ. 287
ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും മക്കളെ, ക്ലോറിന്റെ അതേ സ്വഭാവം അല്ലെ. അതേപോലെ തന്നെ എന്താ ഇവിടെ നോക്കിക്കേ 287 ആണ് അയാളും അല്ലെ. അപ്പൊ ഈ പറഞ്ഞ എയും ഡിയും എന്താകാം, ആനയോൺ ആവാം എപ്പോ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ട്ടോ. ഓക്കെ, സി ക്വസ്റ്റ്യൻ, വിച്ച് വൺ ആർ പെയർ ഓഫ് ഐസോടോപ്പ്? ഇതിൽ ആരൊക്കെയാണ് ഐസോടോപ്പ് ആയിട്ടുള്ളത്? നമുക്കറിയാം സെയിം അറ്റോമിക നമ്പർ അഥവാ പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആകണം, ബട്ട് ഈ പറഞ്ഞ മാസ് നമ്പർ വ്യത്യസ്തമാവണം. മാസ് നമ്പർ വ്യത്യാസപ്പെടാനുള്ള കാരണം ആരായിരിക്കും? യെസ്, ഇലക്ട്രോണിന്റെ എണ്ണം അവിടെ ബാധകമല്ല, ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരണം അല്ലെ. 1H1, 1H2, 1H3. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടൊക്കെ ആരാണ് വ്യത്യാസപ്പെടുന്നത്? പ്രോട്ടോണിന്റെ എണ്ണമാണോ? അല്ല, എല്ലായിടത്തും 1 ആണ് അല്ലെ. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 1 ആണ്, അതാണ് പ്രോട്ടോണിന്റെ എണ്ണം. എന്നാൽ ന്യൂട്രോണിന്റെ എണ്ണം വ്യത്യാസപ്പെടുമ്പോഴാണ് മാസ് നമ്പർ മാറുക, അപ്പോഴാണ് ഐസോട്ടോപ്പ് ഉണ്ടാവുക. അതിവിടെ ആർക്കുള്ളത് മക്കളെ? യെസ്, നമ്മുടെ എ ഉണ്ട്, അതേപോലെ തന്നെ ഡിയും ഉണ്ട്. രണ്ടുപേർക്കും 17 ആണ് അറ്റോമിക നമ്പർ ആയിട്ടുള്ളത്. പക്ഷേ മാസ് നമ്പർ എ എന്ന് പറയുന്ന ആൾക്ക് 18 ആണ്, എന്നാൽ ഡി എന്ന് പറയുന്ന ആൾക്കോ 20 ആണ്. അപ്പൊ മാസ് നമ്പറിലാണ് വ്യത്യാസം, അറ്റോമിക് നമ്പർ സെയിം ആണ്. അവരെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യന്, ഗിവ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇ വിത്ത് ഫോസ്ഫേറ്റ് അയോൺ ആൻഡ് സൾഫേറ്റ് അയോൺ. എടാ, ഇ എന്ന് പറയുന്ന ആള് ഫോസ്ഫേറ്റുമായിട്ട് കൂടിച്ചേരാണ്. ആരാ മക്കളെ ഫോസ്ഫേറ്റ്? PO4 3- അല്ലെ, PO4 3-. അതാണ് ആര്? ഫോസ്ഫേറ്റ്. ഇ എന്ന് പറയുന്ന ആളുടെ നമുക്കറിയാം രണ്ടുപേര് കൂടിച്ചേരണമെന്നുണ്ടെങ്കിൽ അവിടെ വാലൻസി അറിയൽ നിർബന്ധമാണ്, സംയോജകത അറിയൽ നിർബന്ധമാണ്. അപ്പൊ ഇയുടെ വാലൻസി എത്ര വരിക? ഈ നമുക്കറിയാം 281 ആണ്. സോഡിയത്തിന്റെ അതേ സ്ഥാനം, സോഡിയത്തിന് എപ്പോഴും എത്ര ഉണ്ടാവുക? +1 അല്ലേ. അപ്പൊ അയാള് +1 ആണെന്ന് ചുരുക്കം, അല്ലെങ്കിൽ 1+ ആണ്, രണ്ടും പറയും. ഓക്കെ, അപ്പൊ ഒന്ന് 1+ ആണ്, മറ്റേ 3- ആണ്. ഇനി അവർ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തം, പിന്നെ ആ ഒരു മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ കാണുക അല്ലെ? പരസ്പരം മാറ്റി താഴേക്ക് ഇടുക. അപ്പൊ എന്തായി മാറും മക്കളെ? ഇ എന്ന് പറയുന്ന ആളുടെ താഴെ 3 വരും, ഫോസ്ഫേറ്റിന്റെ താഴെ 1 വരും. 1 നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 1 കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. സോ E3PO4 അതാണ് ഈ ഫോസ്ഫേറ്റുമായി കൂടി ചേർന്നാൽ ഉണ്ടാവുക. എന്നാൽ ഇതേപോലെ തന്നെ ഇക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? സൾഫേറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഫോസ്ഫേറ്റിന് പകരം നമ്മൾ സൾഫേറ്റ് എടുക്കുകയാണ്. ഇയുടെ വാലൻസി +1 ആണെന്ന് പറഞ്ഞു. സൾഫേറ്റിന്റെ വാലൻസി എത്രയാണ്? സൾഫേറ്റ് വാലൻസി എത്ര? പറ 2- ആണ് അല്ലെ, 2- അല്ലെ. അപ്പൊ അത് രണ്ടും പരസ്പരം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കുക. അപ്പൊ എന്ത് വരും? E2, ഇയുടെ താഴെ 2 വരും, സൾഫേറ്റിന്റെ താഴെ 1 തന്നെ വരും. 1 എഴുതേണ്ട ആവശ്യം ഇല്ല. സോ E2SO4 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ രൂപത്തിലാണ് ആ പറഞ്ഞ ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് നമുക്കറിയാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആറ്റംസ് ആൻഡ് മോളിക്യൂൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെമിക്കൽ ഫോർമുല ഒക്കെ എഴുതുന്ന, രാസസൂത്രം എഴുതുന്ന ചോദ്യമാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 4ാമത്തെ ചോദ്യം നോക്കിയാൽ നിങ്ങളെ, അനലൈസ് ദ ഫിഗർ given below and answer the following. ഇവിടെ ഞാൻ ഇതിന്റെ മലയാളം ഞാൻ പറഞ്ഞു തരാം, ഡോണ്ട് വറി. 2 ബീക്കർ എടുത്തിട്ടുണ്ട് മക്കളെ, ബീക്കർ എയും ബീക്കർ ബിയും. ബീക്കർ എ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഡൈല്യൂട്ട് HCl അഥവാ നേർപ്പിച്ച HCl ആണ്. അപ്പുറത്തും നേർപ്പിച്ച HCl ആണ് എടുത്തത്. ഒന്നിൽ മാർബിളിന്റെ പീസ്, മാർബിൾ കഷ്ണമുണ്ട്, അപ്പുറത്ത് പൊടിച്ച മാർബിൾ ആണുള്ളത് അല്ലെ, പൊടിച്ച മാർബിൾ ആണുള്ളത്. ഇനി നോക്കിക്കേ നിങ്ങളെ, in which beaker the rate of reaction is greater. അപ്പൊ ഇത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്, 3ാമത്തെ പാഠാണ് അല്ലെ. രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുതൽ എവിടെയാണ്? പൊടിച്ച മാർബിൾ ആണോ, അതല്ല മാർബിളിന്റെ കഷ്ണമാണോ അല്ലെ? നമുക്കറിയാം ബീക്കർ ബി ആണ് ആൻസർ വരിക അല്ലെ, ബീക്കർ ബി ആയിരിക്കും വരിക. എന്തുകൊണ്ട്? നമുക്കറിയാം മാർബിൾ പൊടിച്ചു കഴിഞ്ഞാൽ അല്ലെ, വിച്ച് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഹിയർ. ഇവിടെ ഈ പറഞ്ഞ പൊടിച്ച മാർബിൾ ആണ് രാസപ്രവർത്തന വേഗത കൂടുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ കാരണം എന്താണ് മക്കളെ? പൊടിച്ച മാർബിളിന്റെ പ്രതല വിസ്തീർണം അഥവാ സർഫസ് ഏരിയ എന്താണ്? പ്രതല പരപ്പളവ് കൂടുതലാണ്. പ്രതല പരപ്പളവ് കൂടിയാൽ എന്ത് കൂടുവടാ? രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടും. അപ്പൊ അതാണ് ബിയുടെ ആൻസർ. സജസ്റ്റ് എനി അതർ മെത്തേഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇവിടെ രാസപ്രവർത്തന വേഗത കൂട്ടാൻ മറ്റു വല്ല മാർഗങ്ങളും ഉണ്ടോ എന്നാണ്.
നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ? ഈ ചോദ്യം ഒരുപാട് തവണ എത്രയോ ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ടിടത്തും ഡൈല്യൂട്ട് HCl, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എടുത്തത്. നേർപ്പിച്ചതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗത കൂടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്കറിയാം അല്ലെ. അഭികാരകത്തിന്റെ സ്വഭാവം അല്ലെ. രാസപ്രവർത്തന ശേഷി കൂടിയ ഒരു ലോഹമാണെങ്കിൽ വേഗത്തിൽ പ്രവർത്തിക്കും, കുറവാണെങ്കിലോ രാസപ്രവർത്തന വേഗതയും കുറയും. അപ്പൊ നേച്ചർ എന്നുള്ളത് ഒരു ഘടകമാണ്. കോൺസെൻട്രേഷൻ കൂടിയാൽ രാസപ്രവർത്തന വേഗത കൂടും അല്ലെ. സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് കൂടിയാലും രാസപ്രവർത്തന വേഗത കൂടും. ടെമ്പറേച്ചർ കൂടിയാലും രാസപ്രവർത്തന വേഗത കൂടും. കാറ്റലിസ്റ്റ് ആണെങ്കിലോ അത് നമുക്കറിയാം, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ് സ്വയം വിഘടിക്കും, എന്നിട്ട് എന്താകും? H2Oയും ഓക്സിജനും ആകും. അവിടെ നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗത കൂടും. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്ന നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടാ? അത് രാസപ്രവർത്തന വേഗത കുറയ്ക്കും. ഓക്കെ, അപ്പൊ ഈ കാറ്റലിസ്റ്റിന്റെ കാര്യത്തിൽ രാസപ്രവർത്തന വേഗത കൂട്ടുന്നതുണ്ട്, അതോടൊപ്പം തന്നെ കുറയ്ക്കുന്നതും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യം കാണുമ്പോഴേ നിങ്ങൾ പറയടാ ഇത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മക്കളെ? കമന്റ് ചെയ്യേ. ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? നമുക്കറിയാം പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ, ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ്, പ്രസ്താവനകളാണ് ശരിയായത് എന്ന് തിരഞ്ഞെടുക്കാനാണ്. ആസ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ്, ആറ്റത്തിന്റെ വലുപ്പം കൂടുന്തോറും അയണീകരണ ഊർജം കൂടുന്നു. ശരിയാണോ? ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജം കൂടുതലാണോ? അല്ല, തെറ്റാണത് അല്ലെ. നമുക്കറിയാം ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോ താഴേക്ക് വരുമ്പോ നമുക്കറിയാം അല്ലെ, ആറ്റത്തിന്റെ വലുപ്പം എന്തുണ്ട്? കൂടി വരുന്നുണ്ട്. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നുണ്ട്. അപ്പോ ഒരു ഇലക്ട്രോണിന്, ഏറ്റവും പുറമേയുള്ള ഒരു ഇലക്ട്രോണിന് ഇവിടെ നിന്നും പുറത്തേക്ക് ചാടാൻ, പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുറഞ്ഞ ഊർജം കൊടുത്താൽ തന്നെ ആ ഇലക്ട്രോൺ അവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനെ വിളിച്ച പേരാണല്ലോ അയണീകരണ ഊർജം, അയണൈസേഷൻ എനർജി. സോ ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ട്, ആറ്റത്തിന്റെ വലുപ്പം കുറയും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. കറക്റ്റ് അല്ലേ? നമുക്കറിയാം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം കുറയും അല്ലെ. ആറ്റത്തിന്റെ വലുപ്പം കുറയും. അപ്പോ നമുക്കറിയാം ഈ പറഞ്ഞ ഇലക്ട്രോ നെഗറ്റീവ് എന്താണ്? ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ അറിയോ? ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോ ആരൊക്കെയാണ് കൂടുന്നത് കുറഞ്ഞത് ഒരു ഐഡിയ ഉണ്ടാവണം നമുക്ക്. ആരൊക്കെയാണ് കൂടുന്നത്? 3 ആൾക്കാർ കൂടും മക്കളെ. അയണീകരണ ഊർജം ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും കൂടും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അതേപോലെ തന്നെ അലോഹ സ്വഭാവം കൂടും. ഇത് 3ഉം കൂടും. 2 പേര് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും കുറയുകയാണ് ചെയ്യുന്നത്. കുറയും ഡൗൺ. ഓക്കെ, ഒന്ന് ആറ്റത്തിന്റെ വലുപ്പം, സൈസ് ഓഫ് ദ ആറ്റം. 2 ലോഹ സ്വഭാവം. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ലോഹങ്ങൾ, മെറ്റൽസ് ഉള്ളത്. റൈറ്റിലേക്ക് പോകും തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ധാരണ ഉണ്ടെങ്കിൽ ചോദ്യത്തിന് ഉത്തരമൊക്കെ പെട്ടെന്ന് ടപ്പടപ്പ് ചെയ്താം. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. ഒന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ കറക്റ്റ് ആണ്. ഇനി 3, ആറ്റത്തിന്റെ വലുപ്പം കൂടുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. ആലോചിച്ചൊക്കെ, ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോ ലോഹ സ്വഭാവം കൂടുന്നുണ്ട്, പക്ഷെ ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നുണ്ടോ? ഇല്ല. ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4, പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടുകയാണോ? ഒരിക്കലുമല്ല. ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പൊ അടുത്തതും എന്താണ്? തെറ്റാണ്. അപ്പൊ ഇതിൽ ഏതു മാത്രമാണ് കറക്റ്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ ചോദ്യം. അപ്പൊ ഈ ചോദ്യം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നമ്മൾ അവസാനത്തെ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അല്ലെ. കാർബണിന്റെ ലോകവുമായി ബന്ധപ്പെട്ടാണ്. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് കാർബൺ? കാർബണിന്റെ വാലൻസി എത്ര എന്നുള്ളതാണ് ചോദ്യമായിട്ടുള്ളത്. എത്രയാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 2,4 ആണ് വരിക.
4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹിതമായ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. സ്വാഭാവികമായിട്ടും അതിന്റെ വാലൻസി എത്ര തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. കാർബണിന് വ്യത്യസ്ത 4 ആറ്റങ്ങളുമായി കൂടിച്ചേരാൻ സാധിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ? കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോ കാർബൺ. കറക്റ്റ് അല്ലടാ കമന്റ് ചെയ്തത്? ഹൈഡ്രോ കാർബൺ അല്ലെ? കാർബണും പേര് തന്നെ ഉണ്ട്. ഹൈഡ്രജനും കാർബണും മാത്രം ഹൈഡ്രോ കാർബൺ എന്നാണ് പറയാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ചൂടാക്കുന്നു. ഓർമ്മയുണ്ടോ ഇത് ഏത് ചാപ്റ്റർ ആണ് ബന്ധം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ പഠിച്ചത് എവിടെ? യെസ്, നമ്മളെ 6th ചാപ്റ്റർ ആയിരുന്നു അല്ലെ? ഏത് ചാപ്റ്റർ? അലോഹങ്ങൾ, നോൺ മെറ്റൽസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ? അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കി, എന്നിട്ട് അതിലേക്ക് ഒരു എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി വെച്ചു. ഈ തീപ്പെട്ടിക്കൊള്ളി ആളിക്കത്തി. എന്താണ് കാരണം? അപ്പൊ ഈ രാസപ്രവർത്തനം നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ഹീറ്റ് ചെയ്താൽ, ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടാ? യെസ്, K2MnO4. പൊട്ടാസ്യം മാംഗനേറ്റ് ഉണ്ടാകും, MnO2 ഉണ്ടാകും, പ്ലസ് ഒരാളും കൂടി ഉണ്ടാകും. അതാരായിരുന്നു? നമ്മുടെ ഓക്സിജൻ വാതകം ഉണ്ടാകും. കമന്റ് ചെയ്ത് കറക്റ്റ് അല്ലേ? യെസ്, ഓക്സിജൻ വാതകമാണ് അത് ആളിക്കത്താനുള്ള കാരണമായിട്ടുള്ളത്. ബോയിലിംഗ് ട്യൂബിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം, കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ്. ഞാനിത് അവിടെ ഓൾറെഡി ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? സംയോജനം, കോമ്പിനേഷൻ ആണോ? ഡിസ്പ്ലേസ്മെന്റ് ആണോ അഥവാ ആദേശമാണോ? വിഘടനം, ഡീകമ്പോസിഷൻ ആണോ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ദ്വിഘടന രാസപ്രവർത്തനമാണോ? നോക്കിയേ മക്കളെ, ഒരാള് ഒറ്റ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉള്ളടാ, അത് 2 or 3 ആയിട്ട് വിഘടിക്കാണ്. അപ്പൊ ഏത് രാസപ്രവർത്തനമായിരിക്കും? അല്ലെ? ഡീകമ്പോസിഷൻ അഥവാ വിഘടന രാസപ്രവർത്തനമാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഏതൊരു ചോദ്യം കിട്ടിയാലും നമുക്ക് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഏത് ചാപ്റ്ററിനാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണടാ. എന്നിട്ട് വേണം നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തെടുത്ത് ഉത്തരത്തിലേക്ക് എത്താൻ കേട്ടോ. ഇതേതാ ചാപ്റ്റർ? യെസ്, കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. നമുക്ക് അറിയുന്ന ഒരു ചാപ്റ്റർ ആണ്. 7ാമത്തെ ചാപ്റ്റർ ആണ്, കാർബണിന്റെ ലോകമാണ്. വിച്ച് ഓഫ് ദീസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്? ഇതിൽ ഡയമണ്ടിന്റെ സ്ട്രക്ചർ, ഘടന ഏതാണ്? വജ്രത്തിന്റെ ഘടന ഏതാണ്? എ ആണോ ബി ആണോ? ഏതാ മക്കളെ? യെസ്, ഓഫ് കോഴ്സ് ബി ആണ് കേട്ടോ. ബി ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെയറുകളായി കാണപ്പെടുന്നത് ആരാടാ? അത് ഗ്രാഫൈറ്റ് ആണ്. എന്നാൽ ഉള്ള കാർബൺ ആറ്റം, അതിൽ ഫ്രീ ഇലക്ട്രോൺ ഒന്നുമില്ലാതെ തൊട്ടടുത്തുള്ള അടുത്ത 4 കാർബൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്യാണ്? കൂടിച്ചേരുന്നത് ആരാണ്? അത് നമ്മുടെ വജ്രമാണ്. അതുകൊണ്ടാണ് വജ്രത്തിലൂടെ കറന്റ് പാസ് ചെയ്യൂല. എന്തുകൊണ്ടാണ്? വജ്രത്തിൽ ഫ്രീ ഇലക്ട്രോൺ ഇല്ല. ഉള്ള കാർബൺ ആറ്റം തൊട്ടപ്പുറത്തുള്ള 4 കാർബണുമായിട്ട് കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എ എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ബി ആണ് വജ്രം. ഇവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്ത ക്രിസ്റ്റൽ ഘടന ഏത്? യെസ്, ബി തന്നെയാണ്. കാരണം ഫ്രീ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കറന്റ് പാസ് ചെയ്യും, വജ്രത്തിലൂടെ കറന്റ് പാസ് ചെയ്യൂല. ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് അഥവാ ലുബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. കാരണം എന്ത്? ഗ്രാഫൈറ്റ് നമ്മൾ പറഞ്ഞു ലെയറുകളായിട്ടാണ് ഉള്ളത്. ആ ലെയറുകളായിട്ട് ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഇത് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പൊ വജ്രവും ഗ്രാഫൈറ്റും പഠിക്കാതെ എക്സാം ആൾക്ക് കയറേണ്ട, ഉറപ്പാണ്. 2 or 3 മാർക്കിനുള്ള ചോദ്യം എന്തായാലും അവിടുന്ന് ചോദിക്കും. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ പറ്റൂലേ? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് ചാപ്റ്റർ ആണ്? നമ്മളെ 5ാമത്തെ ചാപ്റ്റർ ആണ്. കർഷകർ എന്തിനാണ് കൃഷിയിടത്തിൽ കുമ്മായം വിതറുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് സൾഫറിന്റെയും അതേപോലെ തന്നെ നൈട്രജന്റെയും ഒക്കെ ഓക്സൈഡുകൾ ഉണ്ട്. ഇത് മഴവെള്ളവുമായി കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ആസിഡ് റെയിൻ ഉണ്ടാകും. കൂടിയ അളവിൽ ഈ വാതകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആസിഡ് റെയിൻ, അമ്ലമഴ ഉണ്ടാവാറുള്ളത്. എന്നാൽ കുറഞ്ഞ അളവിലാണെങ്കിലോ സ്വാഭാവികമായിട്ടും ഇത് മണ്ണിലേക്ക് എത്തും അല്ലെ? ജലത്തിന്റെ കൂടെ മണ്ണിലേക്ക് എത്തും. ഇത് മണ്ണിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് തരം മണ്ണായിരിക്കും ഉണ്ടാവുക? അസിഡിക് ആയ മണ്ണായിരിക്കും ഉണ്ടാവുക. pH വളരെ കുറവായിരിക്കും അല്ലെ? അസിഡിക് ആയിട്ടുള്ള സോയിൽ ഉണ്ടാവുക. അതിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം, നിർവീര്യകരണം നടത്തണം. അപ്പൊ ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആൽക്കലി അല്ലെങ്കിൽ ബേസ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇവിടെ നോക്കൂ, കുമ്മായം എന്ന് പറയുന്ന സാധനം, സ്ലൈക്കഡ് ലൈം എന്ന് പറയുന്ന സാധനം എന്താണ്? കാൽഷ്യം
ഹൈഡ്രോക്സൈഡ് ആണ്. CaOH ട്വൈസ് അല്ലെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ പറഞ്ഞ ബേസിക് സ്വഭാവമുള്ള കുമ്മായം ചേർക്കുമ്പോൾ അസിഡിക് ആയ മണ്ണ് എന്ത് ചെയ്യുന്നു, അത് നിർവീര്യകരണം നടക്കുന്നു. അതിന്റെ pH എന്ത് ചെയ്യും മക്കളെ, വെരി ലോ pH ആയിരിക്കും. ആ pH എന്ത് ചെയ്യുന്നു അല്ലെ, ഒരു pH 4 ഒക്കെ ആണെങ്കിൽ അത് pH കൂടി അത് 7 എത്തും. നിർവീര്യകരണം അവിടെ സംഭവിക്കും. റെഡി? ഓക്കെ. ഇനി ഇതേപോലെ നിർവീര്യകരണം നടത്തുന്ന മറ്റൊരു കേസ് ഏതായിരുന്നു? യെസ്, നമുക്ക് എല്ലാവർക്കും ഒരു ഏതാണ്, നമ്മുടെ അന്റാസിഡുകളുടെ ഉപയോഗം അല്ലെ. നമ്മുടെ സ്റ്റൊമക്കില് ആമാശയത്തിൽ അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ അന്റാസിഡ് ആയിട്ടുള്ള മരുന്ന് കഴിക്കും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള മരുന്നൊക്കെയാണ് കഴിക്കുക അല്ലെ. അതെന്താണ്, ആ അസിഡിറ്റി എന്ത് ചെയ്യുന്നു, കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ്, നിർവീര്യകരണം ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പൊ ആ ഉദാഹരണങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണിത്. നോക്കിക്കേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ABC ആർ ഗിവൺ അല്ലെ. അപ്പൊ അവിടെ ABC ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും 2 7 2 8 1 2 8 8 2 8 7. എ ഉൾപ്പെടുന്ന മൂലക കുടുംബത്തിന്റെ പേരെന്ത്? 2,7 ആണ് മക്കളെ. എടാ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ +10 ആഡ് ചെയ്താൽ മതി. അപ്പൊ 17th ഗ്രൂപ്പ് എന്ന് കിട്ടും മക്കളെ. 17ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താടാ? യെസ്, നമ്മളെ ഫ്ലൂറിനും ക്ലോറിനൊക്കെ ഉള്ള പേര് ഹാലജനുകൾ അല്ലെ. ഹാലജൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. മേൽ പറഞ്ഞ പോലെ ഒരു അലസവാതകമുണ്ട്. എപ്പോഴാണ് മക്കളെ അലസവാതകം ഉണ്ടാവുക? യെസ് അല്ലെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോ. സോ ഈ പറഞ്ഞതിൽ സി ആണ് കറക്റ്റ് ആൻസർ. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? എയും ഡിയും അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമായ ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഒരേ ഗ്രൂപ്പിലായിരിക്കും. അപ്പൊ എയും ഡിയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്, സ്വാഭാവികമായിട്ടും അത് ഒരേ ഗ്രൂപ്പിലാണ്. ഓക്കെ. ഇനി എയും ബിയും ചേർന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാം. നമുക്കറിയാം ഏതൊരാളുടെയും കെമിക്കൽ ഫോർമുല രാസസൂത്രം എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം വാലൻസി ചെയ്യണം. അപ്പൊ എ ഉണ്ട്, എയുടെ വാലൻസി നമുക്കറിയാം 17ാമത്തെ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് -1 ആയിരിക്കും വാലൻസി. ഫ്ലൂറിനും ക്ലോറിനൊക്കെ -1 അല്ലേ, അപ്പൊ അത് -1 ആണ്. ഓക്കെ. ഇനി ബി എന്ന് പറയുന്ന ആളുടെ 281 11 അറ്റോമിക് നമ്പർ, സോഡിയത്തിന്റെ അതേ സ്ഥാനം. അപ്പൊ എത്രയായിരിക്കും വാലൻസി? സോഡിയത്തിൻ്റെത് 1 ആണ്, അപ്പൊ ബിയുടേത് +1 ആണ്. എപ്പോഴും ശ്രദ്ധിക്കണേ, നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം പോസിറ്റീവ് ചാർജ് ഉള്ള മൂലകത്തിന്റെ പ്രതീകമാണ് ആദ്യം എഴുതേണ്ടത്. നെഗറ്റീവ് ചാർജ് രണ്ടാമതാണ്. സോഡിയം ക്ലോറൈഡ് എന്നുള്ളത് Cl Na4 എഴുതുമോ? ഇല്ല, സോഡിയം പോസിറ്റീവ് ആണ് ആദ്യം എഴുതുക, എന്നിട്ടാണ് ക്ലോറിൻ നെഗറ്റീവ് ആയിട്ടുള്ള ആനയോണിൻ്റെത് രണ്ടാമത് എഴുതുക. അപ്പൊ ബിയും 1 ആണ്, എയും 1 ആണ്. പരസ്പരം മാറ്റി താഴേക്ക് ഇട്ടാലും BA എന്നായിരിക്കും കറക്റ്റ് ആൻസർ. 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂലാടാ, കെമിസ്ട്രിക്കാർക്ക് 1 ഇഷ്ടമല്ല, നമ്മൾ എഴുതൂല. റെഡി? സോ BA is the right answer. AB അല്ല, BA ആണെന്ന് ചുരുക്കം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ. കമന്റ് ചെയ്തോ, വേഗത്ത് കമന്റ് ചെയ്തോ. ഏതാനും ചില ഓക്സൈഡുകൾ ചുവടെ നൽകിയിരിക്കുന്നു. സോഡിയത്തിന്റെ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, MgO ഉണ്ട്. എസ്പറ മക്കളെ, ഏതായിരിക്കും ആൻസർ വരിക? ഇവയിൽ ബേസിക് ഓക്സൈഡുകൾ ഏതെല്ലാമാണ്? ബേസിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ, ലോഹ ഓക്സൈഡുകൾ ബേസിക് ആണ്. അലോഹ ഓക്സൈഡുകളാണ് അസിഡിക്. നോൺ മെറ്റാലിക് ഓക്സൈഡുകളാണ് അസിഡിക്. അപ്പൊ ബേസിക് ഓക്സൈഡ് ആരൊക്കെയാണ്? ലോഹ ഓക്സൈഡുകൾ, സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അതൊക്കെയാണ് ഇത് എ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനിയെ വിളിക്കുന്ന പേര്. കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ മുക്കിയാൽ എന്ത് സംഭവിക്കും? H2CO3, കാർബോണിക് ആസിഡ് ഉണ്ടാകും. അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു സോഡ വാട്ടർ. ഓരോ സോഡ പൊട്ടിച്ച് കഴിക്കുമ്പോഴും ഓർമ്മ വരണം, കാർബോണിക് ആസിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ മുക്കിയതാണ്. Some elements are used are given, match them. മാച്ച് ദ ഫോളോയിങ് ആണ് ചേരുംപടി ചേർക്കാൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ക്ലോറിൻ എന്തിനാ ഉപയോഗിക്കുക? യെസ് അല്ലെ, ബ്ലീച്ചിങ് ആണ് ഉപയോഗിക്കുക. കറക്റ്റ് അല്ലേ ആൻസർ?
ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ടാണ് ഉപയോഗിക്കുക. ഹൈഡ്രജന്റെ പ്രത്യേകത, ഹൈഡ്രജൻ നമുക്കറിയാം കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കും, ഇന്ധനമായിട്ട് ഉപയോഗിക്കും. ഓക്സിജൻ എന്തിനാ ഉപയോഗിക്കുക? കമ്പഷൻ, കത്തണം എന്നുണ്ടെങ്കിൽ ആര് വേണം? ഓക്സിജൻ വേണം. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഫ്രീസിങ് അതാരാണ്? നൈട്രജൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഏത് മൂലകത്തിന്റെയും അതിന്റെ ഉപയോഗങ്ങളാണ്. ഇപ്പൊ ഹൈഡ്രജൻ നോക്കിക്കേ, ഹൈഡ്രജന്റെ ഉപയോഗം എന്തൊക്കെയാണ്? അമോണിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. സാച്ചുറേറ്റഡിനെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പെട്രോളിനെ റിഫൈൻ ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ നമുക്കറിയാം കമ്പഷന് പറ്റും. ഓക്സിഡൈസിങ് ഏജന്റ്, റോക്കറ്റ് ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലെ, നമുക്ക് ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ ആശുപത്രിയിലുള്ളത് നമുക്കറിയാം അല്ലെ, കൃത്രിമ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇനി നൈട്രജൻ ആണെങ്കിൽ നമുക്കറിയാം ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ അല്ലെ, രാസവളങ്ങൾ ഉണ്ടാക്കാൻ, വെഹിക്കിൾസിന്റെ ടയറിൽ ഉപയോഗിക്കുന്നുണ്ട്, റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നേരത്തെ അവിടെ പറഞ്ഞു കഴിഞ്ഞു, ഫ്രീസിങ് ഇതിലൊക്കെ. ഇനിയോ ഈ പറഞ്ഞ രൂപത്തിൽ പാക്ക്ഡ് ഫുഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്സിജന്റെ സാന്നിധ്യമാണ് എന്ത് വരുന്നത്? ഒരു ഫുഡ് കേട് വരാനുള്ള കാരണം. അപ്പൊ ഓക്സിജന് പകരം നൈട്രജൻ ഉപയോഗിച്ചാൽ, നൈട്രജൻ നമുക്കറിയാം റിയാക്ടിവിറ്റി, ക്രിയാശീലത വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ, വളരെ പെട്ടെന്നൊന്നും ആ ഫുഡ് എന്ത് ചെയ്യൂല, കേട് വരില്ല. അപ്പൊ ഓക്സിജന് പകരം ആരും ഉപയോഗിക്കും? നൈട്രജൻ ഉപയോഗിക്കും. ഓക്കെ, അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇനി ക്ലോറിൻ നമ്മൾ പറഞ്ഞ ബ്ലീച്ചിങ് ഉണ്ടാക്കാൻ വേണ്ടി ബ്ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. പെസ്റ്റിസൈഡ്, കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. ക്ലോത്തുകളിലെ സ്റ്റെയിൻ പോവാൻ, കറ കളയാൻ ഉപയോഗിക്കുന്നു. വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നു. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി. എങ്ങനെയാണ് മക്കളെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കിയത്? നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈക്കഡ് ലൈം ഇല്ലേ, കുമ്മായം, സ്ലൈക്കഡ് ലൈമിലേക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ CaOCl2, ഇയാളെ വിളിച്ച പേരാണ് ബ്ലീച്ചിങ് പൗഡർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക. ഓക്കെ, CaOCl2 ആണ് ബ്ലീച്ചിങ് പൗഡർ. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, CFCയുടെ അമിത ഉപയോഗം. ഏതാണ് ചാപ്റ്റർ? അലോഹങ്ങൾ തന്നെയാണ് കേട്ടോ. അമിത ഉപയോഗം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. CFC എന്നാൽ എന്ത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ, കാർബണിന്റെ ഒരു സംയുക്തമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. കാർബൺ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ അമിത ഉപയോഗം എങ്ങനെയാണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത്? ഇതിലെ ക്ലോറിൻ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് പറഞ്ഞ ക്ലോറിൻ, ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓസോണുമായി പ്രവർത്തിക്കും. ഓസോണുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ സന്തുലനാവസ്ഥ, അതിന്റെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? തകർക്കും. അങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഈ പറഞ്ഞ O3യുടെ അളവ് അഥവാ ഓസോണിന്റെ അളവ് വളരെ കുറയും. അങ്ങനെയാണ് ഓസോൺ പാളി നശിക്കുന്നത്. ഓസോൺ പാളിയുടെ ശോഷണം ജീവികൾക്കും പരിസരത്തിനും എങ്ങനെ ഹാനികരമാകുന്നു? നമുക്കറിയാം ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണുള്ളത് അല്ലെ. ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അംബ്രല്ലയാണ് ആര്? ഭൂമിയുടെ കൊടയാണ് ആര്? O3 അല്ലെ, ഓസോൺ എന്ന് പറയുന്നത്. അത് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടയുകയാണ് അതിന്റെ ഡ്യൂട്ടി. സ്വാഭാവികമായിട്ട് ഇത് നശിച്ചു കഴിഞ്ഞാലോ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തും. അത് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, തൊലിയുടെ ക്യാൻസർ കാണുന്നുണ്ട്. അതേപോലെ ഭൂമിയുടെ ചൂട് കൂടാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉണ്ടാക്കുന്നുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരുപാട് രാസപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. പറയാൻ പറ്റുമോ? ABCDEFGH 7-8 രാസപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് മക്കളെ. അത് സംയോജന രാസപ്രവർത്തനമാണോ, അഥവാ കോമ്പിനേഷൻ ആണോ, വിഘടനം ഡീകമ്പോസിഷൻ ആണോ, ആദേശം ഡിസ്പ്ലേസ്മെന്റ് ആണോ, ദ്വിവിഘടനം ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇത് എന്താണെന്ന് ഒരു ഐഡിയ നമുക്ക് പെട്ടെന്ന് കിട്ടണം. സംയോജന രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും കൂടി ചേർന്ന് രണ്ടുപേർ കൂടി ചേർന്ന് ഒന്നാകുന്നു. അതാണ് കോമ്പിനേഷൻ, സംയോജനം. ഒരാള് തന്നെ രണ്ടെണ്ണമായി മാറുന്നു, അതാണ് ഡീകമ്പോസിഷൻ, വിഘടനം. ഇനിയോ സി എന്ന് പറയുന്ന ആൾ എ എന്ന് പറയുന്ന ആളെ തട്ടുന്നു, ആദേശം ചെയ്യുന്നു. എന്നിട്ട് എയുടെ സ്ഥാനത്ത് സി കയറുന്നു. കണ്ടോ, എയിനെ തട്ടിക്കഴിഞ്ഞാൽ അവിടെ BC എന്ന് പറയുന്ന ആളുണ്ടായി. അതാണ് ആദേശം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനിയോ എ എന്ന് പറയുന്ന ആൾ സിയുടെ ഭാഗത്തേക്ക് പോകുന്നു, സി എന്ന് പറയുന്ന ആൾ എയുടെ ഭാഗത്തേക്ക്, പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, പരസ്പരം അങ്ങോട്ട് മാറ്. അതാണ് ഇത് ദ്വിവിഘടനം അഥവാ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് രാസപ്രവർത്തനം. അപ്പൊ പറയടാ, എ ഒരാള് തന്നെ രണ്ടെണ്ണാകുന്നു, അതേതാണ്? വിഘടനമാണ്. അപ്പൊ എ ഇവിടെയാണ് വരിക. ബി അതും എന്താണ്? ഒരാള് തന്നെ രണ്ടെണ്ണായി മാറുകയാണ്, അപ്പൊ അതും അവിടെ വരിക. ഇനി സി ഒരാള് തന്നെ എന്താകുന്നു? രണ്ടെണ്ണാകുന്നു, അപ്പൊ അതും അവിടെ തന്നെ വരിക. ഇനി ഡി നോക്കിക്കേ,
കെ എന്ന് പറയുന്ന ആൾ എ ജിയുടെ സ്ഥാനത്തായി, എ ജി കെയുടെ സ്ഥാനത്തായി. അതേതാ മക്കളെ? പരസ്പരം അങ്ങോട്ട് മാറാം. അത് നമ്മൾ പറഞ്ഞ ദ്വിവിഘടനം, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഈ മഗ്നീഷ്യം HCl വളരെ എളുപ്പമുണ്ട്. ഈ ആദേശം തിരിച്ചറിയാന് ഒരു മെറ്റൽ അഥവാ പിന്നെ ലോഹം, ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ രാസപ്രവർത്തനം നടക്കും. മഗ്നീഷ്യം ഹൈഡ്രജനിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതേതാ വരിക? ആദേശമാണ്. ഇ എന്ന് പറയുന്ന ആള് ആദേശമായിരിക്കും. ഇനി രണ്ടുപേർ കൂടി ചേർന്ന് ഒന്നാകുന്നു, അതാണ് എഫ് കോമ്പിനേഷൻ. ജി കണ്ടോ, ഒരു മെറ്റൽ അഥവാ ലോഹം ആസിഡുമായി പ്രവർത്തിക്കുന്നു, അപ്പൊ അതേതാ? ആദേശം തന്നെയാണ് ജി. ഇനിയോ സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഇന്റർചേഞ്ച് ചെയ്യാണ്. അപ്പൊ അതേതാണ്? എച്ച് ഏതാണ്? ദ്വിവിഘടനമാണ്. എച്ച് ദ്വിവിഘടനാണ് വരിക. അപ്പൊ ഈ രൂപത്തിലാണ് ഈ പറഞ്ഞ ഓരോ രാസപ്രവർത്തനം. അപ്പൊ ആലോചിച്ച് നോക്കുക, ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം പറയാൻ സാധിക്കും. ദ ഫൈനൽ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ആരുടെ പിന്നെ പ്രിപ്പറേഷൻ ആണ്, നിർമ്മാണമാണ്? നമ്മുടെ ക്ലോറിൻ വാതകത്തിന്റെ നിർമ്മാണമാണ്. ക്ലോറിൻ വാതകം നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം? അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. ആരൊക്കെയാണ് നിർമ്മിക്കാൻ ആവശ്യമായത്? രണ്ടുപേരാണ്. KMnO4, നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl വേണ്ടത്. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അത് രണ്ടുമാണ് നമ്മുടെ എ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം. ക്ലോറിൻ വാതകത്തിലെ ജലത്തിലൂടെ കടത്തിവിടുന്നത് എന്തിന്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതില് ഒരു ബീക്കറിലൂടെ ജലമുണ്ട്. ആ ജലത്തിലൂടെ കടത്തിവിടുന്നത് എന്തിനാ? എടാ, ഈ പറഞ്ഞ KMnO4ഉം HCl തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അത് ചൂടാക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ചൂടാക്കുന്ന സമയത്ത് ഈ HClന്റെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ബാഷ്പം അല്ലെങ്കിൽ അതിന്റെ വേപ്പർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ക്ലോറിൻ ഗ്യാസിന്റെ കൂടെ ആ HClന്റെ വേപ്പർ വരും. ആ ഈ വേപ്പറിനെ, HClന്റെ വേപ്പറിനെ ആര് പിടിച്ചെടുക്കും? അബ്സോർബ് ചെയ്യും. ജലം പിടിച്ചെടുത്തോളും. അപ്പൊ ജലത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിൻ വാതകത്തിന്റെ കൂടെയുള്ള HCl പിന്നെ ബാഷ്പത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് എന്ത് ചെയ്തോളും? ജലം വലിച്ചെടുത്തോളും. അപ്പൊ അതിനാണ് ജലത്തിലൂടെ കടത്തിവിടുന്നത്. ഇനി നോക്കൂ, നമ്മൾ സി ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലോറിൻ വാതകത്തെ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? നോക്കിയാൽ മക്കളെ, ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി അഥവാ പൊട്ടാഷ്യം പെർമാംഗനേറ്റും HClഉം തമ്മിൽ കൂടി ചേർന്നതിന്റെ ഫലമായിട്ട് അവിടെ നമുക്കറിയാം പല പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് KCl ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ H2O ജലാംശം ഉണ്ടാകുന്നുണ്ട്. ഈ ജലാംശം ഗ്യാസ് രൂപത്തിലായിരിക്കും, വാതക രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ വാതകത്തെ നമ്മുടെ ക്ലോറിന്റെ കൂടെ ഈ വാതകം കൂടി ഒപ്പം വരുമ്പോൾ ആ പറഞ്ഞ ജലാംശത്തെ, ഈർപ്പത്തെ, വാട്ടർ മോയിസ്ചറിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ H2SO4 നമ്മൾ കടത്തിവിടുന്നത്. ഓക്കെ, അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഇവിടെ എന്താണ്? ജലാംശത്തെ വലിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈയിങ് ഏജന്റ്. പിന്നെ ഡ്രൈയിങ് ഏജന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ശോഷകാരകം എന്നാണ് വിളിക്കുക. സോ സൾഫ്യൂരിക് ആസിഡ് ഈസ് ആക്ട് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. ശോഷകാരിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കുന്നത്. കാരണം അത് ജലാംശത്തെ വലിച്ചെടുക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഈ പറഞ്ഞ സ്ലൈക്കഡ് ലൈം, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക്, കുമ്മായത്തിലേക്ക് ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിട്ടാൽ എന്ത് നമുക്ക് കിട്ടും? ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കിട്ടും. അപ്പൊ വളരെ എളുപ്പത്തിൽ ഒരു 15 ചോദ്യങ്ങൾ, വ്യത്യസ്ത ചാപ്റ്ററിലെ 15 ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് അവസാനത്തെ 3-4 ചാപ്റ്റർ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം അതിനായിരിക്കും സ്വാഭാവികമായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ ഏത് ചാപ്റ്റർ കിട്ടിയാൽ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് ഏതാണ് ചാപ്റ്റർ, അത് ഏതാണ് ഭാഗം, അത് കണക്ട് ചെയ്ത് കണ്ട് ഉത്തരത്തിലേക്ക് എത്തുക. ചില കാര്യങ്ങളൊക്കെ അതേപോലെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്താൽ മതി. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് കണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കാം. ആ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ ഹെൽപ്പുമായിട്ട് നമ്മുടെ എക്സാം വൈ ചാനലുണ്ട്. ഇതേപോലെയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാകും. അത് നിങ്ങൾ വാച്ച് ചെയ്യുക. എക്സാമിന് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് A+ അടിക്കാനുള്ള കാര്യം നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പ്രീവിയസ് ഇയറിലെ ഒരു 2 കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ A+ അല്ല A++ എന്ത് ചെയ്യാം? ഈസി ആയിട്ട്. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ എക്സാം എന്ത് ചെയ്യുക? കെമിസ്ട്രി എക്സാം തകർത്ത് എഴുതുക. ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം?
വീണ്ടും കാണാം. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, ഗുഡ് ബൈ.